ഉക്കിനടുക്ക മെഡിക്കൽ കോളേജിൽ നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ അനിശ്ചിതകാല രാപ്പകൽ സമരം ആരംഭിച്ചു. ഹോസ്റ്റൽ ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് സമരം. കിടത്തി ചികിത്സ പോലും ആരംഭിക്കാത്ത ഗവൺമെന്റ് മെഡിക്കൽ കോളേജിനോട് അനുബന്ധമായി പ്രവർത്തനം ആരംഭിച്ച ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥികൾ കടുത്ത അവഗണനയാണ് നേരിടുന്നത്. ഹോസ്റ്റൽ സൗകര്യം ഒരുക്കണമെന്ന വിദ്യാർത്ഥികളുടെ ന്യായമായ ആവശ്യം പോലും പരിഗണിക്കപ്പെട്ടിട്ടില്ല. താമസത്തിനും മറ്റുമായി ചിലവേറിയതോടെയാണ് വിദ്യാർത്ഥികൾ അനിശ്ചിതകാല രാപ്പകൽ സമരം ആരംഭിച്ചത്. നിരന്തരം ആവശ്യപ്പെട്ടിട്ടും അധികൃതർ മുഖം തിരിഞ്ഞ് നിൽക്കുകയാണെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. സർക്കാർ കോളേജിൽ മെറിറ്റിൽ പ്രവേശനം നേടിയിട്ടും വലിയ തുക പഠനാവശ്യങ്ങൾക്കായി ചിലവ് വരുന്നതായി വിദ്യാർത്ഥികൾ കുറ്റപ്പെടുത്തുന്നു. 3 വർഷം മുൻപാണ് കാസർഗോഡ് ഗവൺമെന്റ് കോളേജിനോട് ചേർന്നുള്ള നഴ്സിംഗ് കോളേജിൽ ആദ്യ ബാച്ച് വിദ്യാർത്ഥികൾ എത്തുന്നത്. സ്വന്തം കെട്ടിടവും ഹോസ്റ്റൽ സൗകര്യവും ഉടൻ ഒരുക്കുമെന്നതായിരുന്നു വാഗ്ദാനം. എന്നാൽ 3 ബാച്ചുകളിലായി 179 കുട്ടികൾ പഠിക്കുമ്പോഴും ഹോസ്റ്റൽ എന്ന അടിസ്ഥാന ആവശ്യം പോലും ഇതുവരെ ഒരുക്കിയിട്ടില്ല. മെഡിക്കൽ കോളേജിനോട് അനുബന്ധമായുള്ള ഹോസ്റ്റൽ നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിച്ച സാഹചര്യത്തിൽ തങ്ങൾക്ക് കൂടി അവിടെ താമസിക്കാനുള്ള സൗകര്യം ഒരുക്കണമെന്നാവശ്യമാണ് വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നത്. ഞങ്ങൾ ഇവിടെ വന്നിട്ട് 3 വർഷമായി. ഞങ്ങൾക്ക് ഇതുവരെ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഒന്നും കിട്ടിയിട്ടില്ല. ഞങ്ങൾ എല്ലാവരും ചോദിക്കുന്നത് നിങ്ങൾ ഇപ്പോഴാണ് ഇതൊക്കെ ആലോചിക്കുന്നത്, ഇപ്പോഴേക്കാണ് ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷെ നമ്മളിത് കഴിഞ്ഞ 3 വർഷമായിട്ടും അതോറിറ്റീസിനെ അറിയിക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മൾ ലെറ്റേഴ്സ് ഫോർവേഡ് ചെയ്യാറുണ്ട്. യൂണിയൻ വഴി എല്ലാ രീതിയിലും നമ്മൾ അവർക്ക് ലെറ്ററും കത്തും റിക്വസ്റ്റും ഒക്കെ അയക്കുന്നുണ്ട്. പക്ഷെ ഇതുവരെ അവർ ഒരു തരത്തിലുള്ള നമുക്കൊന്നും ചെയ്തു തന്നിട്ടില്ല ഹോസ്റ്റലിന്റെ ഫെസിലിറ്റീസിന് വേണ്ടി. ഇപ്പൊ നമ്മൾ ചോദിക്കുമ്പോഴും അവർ ഓരോ റീസൺസ്, ഇപ്പൊ വെള്ളമില്ല, കറണ്ട് ഇല്ല, അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞാൽ തള്ളി നീക്കി വിടുകയാണ്. ഇപ്പൊ നമ്മുടെ കേസ് എടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോ പോസ്റ്റിങ്ങിനായിട്ട് കോഴിക്കോടൊക്കെ ട്രാവൽ ചെയ്ത് പോകുന്നുണ്ട്. ഈ അവിടെ പോകുന്ന സിറ്റുവേഷനിൽ ഇവിടെ ഓൾറെഡി നമ്മൾ പ്രൈവറ്റ് സ്റ്റുഡൻസ് പഠിക്കുന്ന അവർ കൊടുക്കുന്ന അതേപോലെ തന്നെ ഹോസ്റ്റലിനാണെങ്കിലും മെസ്സിനാണെങ്കിലും എല്ലാത്തിനും നമ്മളാണ് പൈസ കൊടുക്കുന്നത്. 300 രൂപയിൽ അതിൽ താഴെയൊക്കെയാണ് സാധാരണ ഗവൺമെന്റ് കോളേജുകളിൽ ഹോസ്റ്റൽ ഫീ, മെസ് ഫീ അങ്ങനെ എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്ത് വരും. പക്ഷെ നമ്മുടെ കേസിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും പൈസ കൊടുത്തത് പോരാഞ്ഞിട്ട് നമ്മൾ ഈ കോഴിക്കോടും അതുപോലെ സ്ഥലങ്ങളിൽ പോയി നിൽക്കുമ്പോൾ അവിടെയും നമുക്ക് 5000 രൂപ, 6000 രൂപ, അത്രയും രൂപ നമ്മൾ പിന്നെയും കൊടുക്കുകയാണ്. അങ്ങനെ ഒരു കുട്ടിക്ക് എന്താ പറയുക, ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന കുട്ടീനെ വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി നമ്മളൊരു പ്രൈവറ്റ് കോളേജിലെ കുട്ടി കൊടുക്കുന്നത് പോലെ തന്നെയാണ് നമ്മൾ ഹോസ്റ്റലും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി പൈസ ചെലവാക്കുന്നത്. അത് പോരാഞ്ഞിട്ട് ഇത് വളരെ റിമോട്ട് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇപ്പൊ തന്നെ ഞങ്ങൾക്ക് 3 ബാച്ച്, ഇനി അടുത്തൊരു ബാച്ചും കൂടെ വന്നു കഴിഞ്ഞാൽ അവരെ കൂടി ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഈ സ്ഥലത്തിനില്ല. അത് പോരാഞ്ഞിട്ട് നമുക്ക് ഒരുപാട് സേഫ്റ്റി ഇഷ്യൂസ് ഉണ്ട്. പിന്നെ ട്രാവൽ, ഇപ്പൊ നമുക്കൊരു കുട്ടിക്ക് വയ്യാതെ വരികയാണെങ്കിൽ തന്നെ നമ്മൾ പല ഹോസ്റ്റലിലായിട്ടാണ് കുട്ടികൾ എല്ലാവരും നിൽക്കുന്നത്. ഒരാവശ്യം വന്നാൽ ഓടി എത്താനോ അല്ലെങ്കിൽ ഇവിടുന്ന് കൊണ്ടുപോകാനായിട്ട് ഒരു ആംബുലൻസോ സർവീസോ നമുക്കൊന്നുമില്ല. അപ്പൊ ഇവിടുന്ന് ഇപ്പൊ നമുക്കറിയാം, ഇതിപ്പോ ഒരു മെഡിക്കൽ കോളേജ് ആണെന്ന് പറഞ്ഞാലും അതിനുള്ള ഫെസിലിറ്റീസ് ഒന്നും ഇവിടെ ഇല്ല. ഒരു കുട്ടിക്ക് ഇപ്പം ഞങ്ങളുടെ കേസിൽ തന്നെയാണെങ്കിൽ ഒരു കുട്ടീനെ എന്താ കടിച്ചെന്ന് പോലും നമുക്കറിയില്ല. ഈ പാതിരാത്രി ഇവിടുന്ന് പോകാനായിട്ട് നമുക്ക് ഒരു ലൈറ്റിന്റെ ഫെസിലിറ്റീസ് ഇല്ല, ഒരു ട്രാവൽ ഫെസിലിറ്റീസ് ഇല്ല. 28 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് GH പോയാലേ എന്താണ് പ്രശ്നം നമുക്ക് അറിയാൻ കൂടി പറ്റുള്ളൂ. അങ്ങനെ മൊത്തത്തിൽ അതോറിറ്റീസ് നമ്മളെ കൈ ഒഴിഞ്ഞൊരു മട്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മളിപ്പോ ഈ സമരം മുന്നോട്ട് വെച്ചത്. അത് മാത്രമല്ല, നമ്മൾ എല്ലാ കാര്യങ്ങളും, അതായത് നമ്മൾ ആർക്കെതിരെയും ആർക്കും ഒരു പ്രശ്നത്തിന് വേണ്ടിയിട്ടല്ല, നമ്മുടെ അവകാശം നേടിയെടുക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഈ സമരം ചെയ്യുന്നത്. ഒരു ഗവൺമെന്റ് കോളേജിൽ പഠിക്കുന്ന ഓരോ കുട്ടിയുടെ അവകാശമാണ് അവർക്ക് വേണ്ട അക്കോമഡേഷനും ഫുഡും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. അത് അവരുടെ ഹയർ അതോറിറ്റീസിന്റെ ഡ്യൂട്ടിയാണ്, അത് ഞങ്ങളുടെ റൈറ്റ് ആണ്. അതേ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ. ഞങ്ങൾ ആർക്കെതിരെയും ഒരു അസോസിയേഷനെതിരെയും ഒരു ഗവൺമെന്റിനെതിരെയും ഒന്നും ചെയ്യുന്നില്ല. ഞങ്ങളുടെ അവകാശം ഞങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി സമരം ചെയ്യുന്നു. അത്രയേ ഉള്ളൂ. 10 കുട്ടികൾക്ക് 1 എന്ന വീതം അധ്യാപകർ വേണ്ടിടത്ത് ആകെയുള്ളത് പ്രിൻസിപ്പൽ അടക്കം 5 പേർ. ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കിടത്തി ചികിത്സാ സൗകര്യം ഇല്ലാത്തതിനാൽ പ്രായോഗിക പരിശീലനം കിലോമീറ്ററുകൾക്കപ്പുറം കാസർഗോഡ് ജനറൽ ആശുപത്രിയിലാണ്. പെൺകുട്ടികൾ ഉൾപ്പെടെ താമസിക്കുന്ന അന്തർ സംസ്ഥാന പാതയ്ക്ക് സമീപം സുരക്ഷാ പ്രശ്നങ്ങളും വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.